ഇന്ന് നമുക്ക് അടപ്രഥമൻ ഉണ്ടാക്കാം. ഓണത്തിന് വാങ്ങി വെച്ച അടയാണ്. ഇപ്പോഴാണ് ക്രിസ്മസ് ആയപ്പോഴാണ് ഉണ്ടാക്കാൻ സമയം കിട്ടിയത്. ഇത് അട വേവിച്ചിട്ട് കുറച്ച് നല്ല പച്ചവെള്ളം ഒഴിച്ച് ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുവാണ്. നല്ല വേവുണ്ട്, നന്നായിട്ട് വേവിക്കണം. പിന്നെ തേങ്ങാപ്പാൽ, ഒന്നാം പാൽ, രണ്ടാം പാൽ, മൂന്നാം പാൽ ഇങ്ങനെ എടുത്ത് വെക്കണം നമ്മൾ ആദ്യമേ തന്നെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശർക്കര ആവശ്യത്തിനുള്ള ശർക്കര പാനിയാക്കി എടുക്കണം. പാനിയാക്കി എടുത്ത് അത് മാറ്റി വയ്ക്കണം. അതിനുശേഷം നമ്മൾ ഈ അട എടുത്തിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് ജസ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ശർക്കര പാനിയും കൂടി ഒഴിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇങ്ങനെ അതിങ്ങനെ ആ ശർക്കര പാനി നന്നായിട്ട് കുറുകി വരുന്ന പരുവം വരെ നമ്മളിങ്ങനെ കുറച്ച് ടൈം എടുക്കും. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഇതുവരെ നമ്മളിങ്ങനെ ആക്കി കൊടുക്കണം നല്ല രീതിയിൽ. അപ്പോൾ ആ ശർക്കരയൊക്കെ നമ്മുടെ അടയിൽ നന്നായിട്ട് പിടിക്കും. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് മൂന്നാം പാൽ ഏതാണോ പാൽ, നമ്മൾ അവസാനത്തെ പാൽ എടുത്ത് വെച്ചിരിക്കുന്നത് അത് ഒഴിച്ചു കൊടുക്കുക. അതൊഴിച്ച് ഞാനിപ്പോൾ മൂന്നാം പാൽ എടുത്തില്ല, ഞാൻ രണ്ടാം പാൽ തന്നെയാണ് എടുത്തത്. രണ്ടാം പാൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അവസാനം ഒന്നാം പാൽ കൂടി ഒഴിച്ചിട്ട് നമ്മുടെ കശുവണ്ടിയും കിസ്മിസും സാധനങ്ങളൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കുക. താങ്ക് യു.